കേരളത്തിലെ രാജവംശങ്ങൾ. വേലായുധൻ പണിക്കശ്ശേരി. ഭാഗം 1. സംഘകാല രാജവംശങ്ങൾ. ക്രിസ്തുവർഷ ആരംഭകാലത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കുന്നത് സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. അതിനു മുമ്പ് അശോക ചക്രവർത്തിയുടെ ശാസനങ്ങളിലും വിനോദസഞ്ചാരികളുടെ വിവരണങ്ങളിലും കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിശദമായ വിവരണങ്ങളില്ല. പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രോത്സാഹനത്തിൽ മധുരയിൽ പ്രവർത്തിച്ചിരുന്ന വിദ്വൽ സംഘം പരിശോധിച്ച് ക്രമീകരിച്ച കൃതികളാണ് സംഘം കൃതികളെന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. 475ഓളം കവികളുടെ 2381 കൃതികളാണ് സംഘസാഹിത്യത്തിലുള്ളത്. അവ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. എട്ടുത്തുകൈ, പത്തുപ്പാട്ട്, പതിനെൺകീഴ്ക്കണക്ക് എന്നിങ്ങനെ ഈ ഗാനങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നറ്റിണെ, കുറുംതൊകൈ, ഐങ്കുറുന്നൂറ്, പതിറ്റുപത്ത്, പരിപാടൽ, കലിത്തുകൈ, അകനാനൂറ്, പുറനാനൂറ് എന്നീ 8 ഗാനസമാഹാരങ്ങളാണ് എട്ടുത്തുകൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിറ്റുപ്പത്തിൽ 10 ചേരരാജാക്കന്മാരെ കുറിച്ച് വിശദമായി വിവരിക്കുന്നു. എട്ടുത്തുകയിലെ മറ്റു ഗാനസമാഹാരങ്ങളിലും പിൽക്കാലത്തുണ്ടായ ചിലപ്പതികാരം, മണിമേഖല എന്നീ കൃതികളിലും കേരളീയ രാജവംശങ്ങളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ആയ്, ചേര, ഏഴിമല രാജാക്കന്മാരെ കുറിച്ച് മാത്രമല്ല, ഏതാനും കുറുനില മന്നന്മാരെക്കുറിച്ചും ഇവയിൽ പരാമർശനങ്ങളുണ്ട്. അക്കാലത്തെ ഭരണരീതികളെക്കുറിച്ചും ജനജീവിതത്തെക്കുറിച്ചും ഈ കൃതികളിൽ നിന്ന് കുറെയെല്ലാം മനസ്സിലാക്കാം. മക്കത്തായമനുസരിച്ച് രാജവാഴ്ചയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഓരോ പ്രധാന രാജാക്കന്മാരുടെ കീഴിലും ഏതാനും സാമന്തന്മാരായ നാടുവാഴികൾ ഉണ്ടായിരുന്നു. ജനഹിതം മാനിച്ചാണ് ഓരോ രാജാക്കന്മാരും ഭരണം നടത്തിയിരുന്നത്. കാർഷിക വിഭവങ്ങളുടെ ഒരു ഭാഗം രാജഭോഗമായി സ്വീകരിച്ചിരുന്നു. യുദ്ധം സാധാരണ സംഭവമായിരുന്നു. ആന, കുതിര, കാലാൾ എന്നീ സൈന്യവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഓരോ രാജാക്കന്മാർക്കും. പ്രധാന യുദ്ധങ്ങളിലെല്ലാം സേനയെ നയിച്ചിരുന്ന രാജാക്കന്മാരോ രാജകുമാരന്മാരോ ആണ്. ചേര രാജാക്കന്മാർക്കും ആയ് രാജാക്കന്മാർക്കും ഏഴിമല രാജാക്കന്മാർക്കും കരസേന മാത്രമല്ല, നാവികസേനയും ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായും വിദേശ വ്യാപാരികളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ചാതുർവർണ്ണ്യ വ്യവസ്ഥയോ ഉച്ചനീചത്വമോ അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രത്യേക തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേക പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. വേളാളൻ, പാണൻ, കൊല്ലൻ, മറവൻ, പരതവൻ, കുറവൻ എന്നിങ്ങനെ. എഴുത്തും വായനയും പ്രചരിച്ചിരുന്നു. അന്നത്തെ ലിപി ബ്രാഹ്മി ലിപിയോട് സാമ്യമുള്ളവയായിരുന്നുവെന്ന് അരിക്കമേടിൽ നിന്നും ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും ഗുഹാലിഖിതങ്ങളിൽ നിന്നും വ്യക്തമാകും. ദ്രാവിഡ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ഇവിടേക്ക് ജൈന, ബൗദ്ധ, വൈദിക മതങ്ങൾ എത്തിയിരുന്നുവെങ്കിലും സങ്കുചിത മതചിന്തകളില്ലാതെ സമഭാവനയും വിശാല വീക്ഷണവും പുലർത്തിയിരുന്നു. ജനങ്ങൾ കൃഷി, വാണിജ്യം, വ്യവസായം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. പ്രധാന ആഹാര സാധനം അരിയായതിനാൽ നെൽകൃഷിക്കായിരുന്നു പ്രാധാന്യം. പല ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തിയിരുന്നു. സ്വർണ്ണ നാണയങ്ങളുമായി കുരുമുളകിനു വേണ്ടി ധാരാളം വിദേശ കപ്പലുകൾ എത്തിയിരുന്നതിനാൽ ഇവിടെ സുലഭമായിരുന്ന കുരുമുളക് സംസ്കരിച്ച് ശേഖരിച്ച് വെക്കുന്നതിൽ എല്ലാവരും ശുഷ്കാന്തി കാണിച്ചിരുന്നു. സമരദേവതയായ കൊറ്റവയെ ആരാധിച്ചിരുന്നു. വീര ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു. പാണർ, പുലയർ, പറയർ, കുറവർ എന്നീ വിഭാഗങ്ങൾക്ക് ഉയർന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. സമൂഹത്തിൽ അവർക്ക് മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. ആഭരണങ്ങൾ അണിയുന്നതിൽ അവർ തൽപരകളായിരുന്നു. ഒഴിവു സമയങ്ങളിൽ വിവിധതരം വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ആയ് രാജ്യം. തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് തിരുവല്ല വരെ സഹ്യപർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യം ആയ് രാജാക്കന്മാരുടേതായിരുന്നു. പുറനാനൂറ്, അകനാനൂറ് എന്നീ സംഘം കൃതികളിലെ പരാമർശനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ആയ് രാജവംശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസിദ്ധ ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി കേരളത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അയോയ് രാജ്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ബാരിസ് അഥവാ പമ്പ മുതൽ കന്യാകുമാരി വരെ ആയ് രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു എന്ന് ടോളമിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം. പൊതിയിൽ മലയടിവാരത്തിലുള്ള ആയ്ക്കുടിയിലായിരുന്നു ഇവരുടെ തലസ്ഥാനം.
പ്രതാപശാലിയും കീർത്തിമാനുമായിരുന്ന ഈ വംശത്തിലെ പ്രധാന രാജാവായിരുന്ന ആണ്ടിരനെ കുറിച്ച് സംഘം കൃതികളിൽ വളരെയേറെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ രാജസദസ്സിൽ ധാരാളം കവികളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് സ്വർണ്ണ നാണ്യങ്ങൾക്ക് പുറമെ ധാരാളം ആനകളെയും സമ്മാനിച്ചിരുന്നു. അണ്ടിരൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാരും കൂടെ ഉടന്തടിയേറി മരണം വരിച്ചുവത്രേ. ഇദ്ദേഹത്തിനു ശേഷം പൊതിയിൽ മല ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചവരാണ് തിതിയനും അതിയനും. അതിയന്റെ ഭരണകാലത്ത് പാണ്ഡ്യരാജാവ് ആക്രമിച്ച് രാജ്യം കീഴടക്കിയെങ്കിലും പിന്നീട് അവർ രാജ്യം തിരികെ പിടിച്ചു. സംഘകാലത്തിനു ശേഷം രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശനങ്ങൾ കാണുന്നത് 7-ാം നൂറ്റാണ്ടോടെയാണ്. പാണ്ഡ്യരാജാക്കന്മാരുടെ ചില ശാസനങ്ങളിലും പട്ടയങ്ങളിലുമാണ് രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകൾ കടന്നുവരുന്നത്. ഏതാനും പാണ്ഡ്യരാജാക്കന്മാർ തുടർച്ചയായി രാജ്യം ആക്രമിച്ചിരുന്നതായി കാണുന്നു. പാണ്ഡ്യരാജാവായിരുന്ന അരികേസരി 7-ാം നൂറ്റാണ്ടിലും തുടർന്ന് കോച്ചടയൻ എന്ന പാണ്ഡ്യരാജാവും 8-ാം നൂറ്റാണ്ടിൽ മാറൻ ചടയൻ എന്ന രാജാവും രാജ്യം ആക്രമിച്ചിട്ടുണ്ട്. അക്കാലത്ത് ചടയൻ, കരുനന്ദൻ എന്നീ രാജാക്കന്മാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. AD 857 രാജാവായി അധികാരമേറ്റ കരുനന്ദടക്കൻ AD 866 പാർത്ഥിവപുരം ക്ഷേത്രം പണിയിപ്പിച്ചതായും ക്ഷേത്രത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി താമസിച്ചു പഠിക്കാനുള്ള സൗകര്യത്തോടെ വേദപാഠശാല സ്ഥാപിച്ചതായും ഒരു രേഖയിൽ കാണുന്നു. കരുനന്ദടക്കനെ തുടർന്ന് രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ചിരുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. 885 മുതൽ 925 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടമെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ചില താമ്രശാസനങ്ങളിൽ നിന്ന് വരഗുണനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. പാളിയം ചെപ്പേട് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു പ്രധാന രേഖ വരഗുണന്റേതായി ലഭിച്ചിട്ടുണ്ട്. ശ്രീമൂലപാദം എന്ന ബൗദ്ധ പള്ളിയിലേക്ക് കുറേയേറെ ഭൂമി വരഗുണൻ ദാനം ചെയ്ത വിവരം ഈ ചെപ്പേടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വരഗുണന് ശേഷം രാജാക്കന്മാരെ കുറിച്ച് യാതൊന്നും കേൾക്കാനില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ കാലത്തോടെ രാജവംശം ഇല്ലാതായെന്നു കണക്കാക്കാം. ചോളന്മാരുടെ ആക്രമണമായിരിക്കാം ഈ വംശത്തിന്റെ അന്ത്യം കുറിച്ചത്. സംഘം കൃതികളിൽ നിന്ന്, ശാസനങ്ങളിൽ നിന്നും രാജാക്കന്മാരുടെ ഭരണകാലത്തെ സാമൂഹികവും സാമ്പത്തികവും ഭരണപരവുമായ സ്ഥിതികളെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കും. ഭരണ സൗകര്യത്തിനായി രാജ്യം പല നാടുകളായി വിഭജിച്ചിരുന്നു. തെങ്കനാട്, ചെങ്ങഴുനാട്, മുടാലനാട്, ഒമായനാട്, തൂമനാട്, പടയിപ്പനാട്, വള്ളുവനാട് എന്നിവയാണ് അവയിൽ മുഖ്യമായിട്ടുള്ളത്. ഓരോ നാടിന്റെയും അധികാരിയായി ഓരോ കിഴവനും ഉണ്ടായിരുന്നു. കിഴവനെ നാടുവാഴിയെന്നോ നാട്ടുപ്രമാണിയെന്നോ വിളിക്കാം. തെങ്കനാട്ടു കിഴവന്റെ മകളെയാണ് വരഗുണൻ വിവാഹം കഴിച്ചിരുന്നത്. മേൽപ്പറഞ്ഞ നാടുകൾ വീണ്ടും ഊർ, കോട്ട്, കര എന്നിങ്ങനെ തിരിച്ച് ഓരോന്നിനും ഓരോ അധികാരിയെ നിയമിച്ചിരുന്നു. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളാണ് കാശ്, ഈഴക്കാശ്, കരുംകാശ്, പഴംകാശ്, ദീനാരം എന്നിവ. ഇതിൽ ദീനാരം റോമൻ നാണയമായിരുന്നു. രാജാക്കന്മാരുടെ ഭരണകാലത്ത് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വലിയ പുരോഗതി ഉണ്ടായിരുന്നുവെന്ന് ശാസനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കരുനന്ദടക്കൻ ഏർപ്പെടുത്തിയ പാർത്ഥിവപുരം ശാല സംസ്കൃതത്തിലും വേദങ്ങളിലും ഉപരിപഠനം നടത്താനുള്ള കലാശാലയായിരുന്നു. വ്യാകരണം, മീമാംസ എന്നിവയിൽ മാത്രമല്ല, ആയുധവിദ്യയിലും ഉപരിപഠനം നടത്താനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിരുന്നു. കർശനമായ പരിശോധനകൾക്ക് ശേഷമേ വിദ്യാപീഠത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. വിദ്യാർത്ഥികളെ ചട്ടന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. മറ്റു ശാലകളിൽ എന്ന പോലെ ഈ ശാലയിലും ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. രാജാക്കന്മാരിൽ ചിലർ ജൈന ബൗദ്ധ മതവിശ്വാസികളും മറ്റു ചിലർ ഹിന്ദു മതവിശ്വാസികളും ആയിരുന്നു. ഇവരിൽ ചിലർ ജൈന ബൗദ്ധ ദേവാലയങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തിട്ടുള്ളതിനും മറ്റു ചിലർ ഹിന്ദു ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുകയും അവയ്ക്ക് ഭൂസ്വത്തുകൾ നീക്കിവെക്കുകയും ചെയ്തിട്ടുള്ളതിനും ചെപ്പേടുകൾ സാക്ഷ്യം വഹിക്കുന്നു. കരുനന്ദടക്കൻ നിർമ്മിച്ച പാർത്ഥിവപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഷ്ണുവായിരുന്നു. എന്നാൽ ശ്രീമൂലപാദത്തിലേക്ക് ഭൂമി ദാനം ചെയ്ത വരഗുണൻ ബുദ്ധമത വിശ്വാസിയായിരുന്നു. പാളിയം ചെപ്പേടിൽ ബുദ്ധനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. ഏഴിമല രാജ്യം.
സംഘകാലഘട്ടത്തിൽ തമിഴകത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാന രാജ്യമായിരുന്നു ഏഴിമല രാജ്യം. ഏഴിമലയായിരുന്നു അതിന്റെ തലസ്ഥാനം. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കടലിലേക്ക് തെള്ളി നിൽക്കുന്ന 216 മീറ്റർ ഉയരമുള്ള മലയാണ് ഏഴിമല. അതിപ്രാചീന കാലം മുതൽക്കു തന്നെ ഈ മല കപ്പലോട്ടക്കാർക്ക് വഴികാട്ടിയായിരുന്നു. ഇവിടുത്തെ തുറമുഖം പ്രകൃതിദത്തമാണ്. കടൽ ഉള്ളിലേക്ക് തള്ളിക്കിടക്കുന്നതിനാൽ അവിടെ നങ്കൂരമിടുന്ന കപ്പലുകൾക്ക് പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് ഇവിടം കടൽ കൊള്ളക്കാരുടെ ആസ്ഥാനമായി. AD ആദ്യ ശതകങ്ങളിൽ ഏഴിമല രാജ്യം പ്രശസ്തിയുടെ പാരമ്യത്തിലെത്തിയിരുന്നു. വടകര മുതൽ മംഗലാപുരം വരെ നീണ്ടുകിടക്കുന്നതായിരുന്നു ഈ രാജ്യം. അതിന് കിഴക്കുള്ള മലഞ്ചെരിവുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ദീർഘമായ കടൽത്തീരവും സുരക്ഷിതമായ തുറമുഖവും ഉണ്ടായിരുന്നതിനാലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായിരുന്നതിനാലും വിദേശ കച്ചവടക്കാരും നാവികരും ഇവിടെ ധാരാളമായി വന്നിരുന്നു. ഏഴിമല രാജ്യത്തിന്റെ തെക്ക് ചേരരാജ്യവും വടക്ക് മൊഴിപ്പെയർ ദേശം, അതായത് ഇന്നത്തെ കർണാടകവുമായിരുന്നു. കടലോരത്തുള്ള മല എന്നർത്ഥത്തിൽ ഏഴിമലനാടിന് കൊങ്കാണം എന്നും പേരുണ്ടായിരുന്നു. ഏഴിമല രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ നന്ദനായിരുന്നു. നയജ്ഞനായ ഭരണാധിപനും ശക്തനായ യോദ്ധാവുമായിരുന്നു അദ്ദേഹം. വളരെയേറെ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുവഴി രാജ്യത്തിന്റെ വിസ്തൃതി കോയമ്പത്തൂരിന്റെ വടക്കൻ പ്രദേശങ്ങൾ വരെ വ്യാപിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ ആസ്ഥാന കവിയായിരുന്ന പരണർ മാത്രമല്ല, അഴിശി തുടങ്ങിയ കവികളും നന്ദന്റെ ജൈത്രയാത്രകളെ ദീർഘമായി വർണ്ണിച്ചിട്ടുണ്ട്. പുറനാനൂറിലും അകനാനൂറിലും നന്ദനെക്കുറിച്ച് വർണ്ണിക്കാൻ ഏറെ പേജുകൾ നീക്കിവെച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ചേരന്മാരുമായി യുദ്ധം ചെയ്യുകയും വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ചേരനാട്ടിലെ യുവരാജാവായ നാർമുടി ചേരലിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സൈന്യം നന്ദനുമായി ഏറ്റുമുട്ടുകയും ആ യുദ്ധത്തിൽ നന്ദനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. അതോടെ ആ രാജവംശത്തിന്റെ അന്ത്യം കുറിച്ചു. രാജ്യം ചേരരാജ്യത്തിൽ ചേർത്തു. ഏഴിമല പ്രദേശത്ത് സ്വർണ്ണ ഖനികൾ ഉണ്ടായിരുന്നത് കൂടാതെ വിദേശ വ്യാപാരം കൊണ്ട് ലഭിച്ചിരുന്ന ധാരാളം സ്വർണ്ണ നാണ്യങ്ങൾ രാജാക്കന്മാർ നിധിയായി കുഴിച്ചിട്ടിരുന്നതായി പല പാട്ടുകളിലും കാണുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും അധികം നിധി ലഭിച്ചിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. AD 491 വരെയുള്ള റോമൻ നാണയങ്ങളും അക്കൂട്ടത്തിലുണ്ട്. നന്ദന്റെ മലകൾ പൊൻവിളയുന്നതായിരുന്നുവെന്ന് സംഘം കവികൾ പാടിയിട്ടുണ്ട്. മുള അവിടെ സമൃദ്ധിയായി ഉണ്ടായിരുന്നുവെന്നും പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. വളരെയേറെ യുദ്ധങ്ങളിൽ നന്ദൻ ഏർപ്പെട്ടിരുന്നതായും ഒടുവിലത്തേതൊഴിച്ച് മറ്റെല്ലാ യുദ്ധങ്ങളിലും വിജയം വരിച്ചിരുന്നതായും കവികൾ വർണ്ണിച്ചിട്ടുണ്ട്. പാഴി, ചെരുപ്പു, വിയലൂർ, പാരം, കടമ്പിൽ പെരുവായിൽ എന്നീ പ്രദേശങ്ങൾ യുദ്ധം ചെയ്തു നേടിയതാണ്. മറ്റൊരു ശക്തനായ യോദ്ധാവും കുറുനില മന്നനുമായ പഴയനുമായുള്ള യുദ്ധത്തിന് പുറപ്പെട്ടത് ഒറ്റയ്ക്കല്ല. തന്റെ സഹായികളായ ഏറൈറ, അത്തി, കങ്കൻകടി, പുൻതുറൈ എന്നീ കുറുനില മന്നന്മാരും ഒരുമിച്ചാണ്. അതിനാൽ ആ യുദ്ധത്തിൽ പഴയനെ നിഷ്പ്രയാസം തോൽപ്പിച്ച് രാജ്യം സ്വന്തമാക്കി. ഇങ്ങനെ പല കുറുനില മന്നന്മാരെയും തോൽപ്പിച്ച് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പാഴി യുദ്ധത്തിലെ വിജയമാണ് നന്ദനെ ഏറ്റവും പ്രശസ്തനാക്കിയത്. പ്രസിദ്ധ ചേര സൈന്യാധിപനും പാരം എന്ന ദേശത്തെ നാടുവാഴിയുമായ ആയ് എയ്നനെ വധിച്ചത് ഈ യുദ്ധത്തിലാണ്. നന്ദന്റെ പടത്തലവനായ മിങ്ങിലിയാണ് ആയ് ഐനനെ വധിച്ചത്. പല കവികളും ഈ യുദ്ധത്തെ വർണ്ണിച്ചിട്ടുണ്ട്. വീരശൂര പരാക്രമിയായിരുന്ന നന്ദന്റെ അവസാനകാലം പലതുകൊണ്ടും പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. വിജയങ്ങൾ മാത്രം കൊയ്തിരുന്ന അദ്ദേഹത്തിന്റെ സുവർണകാലം അസ്തമിച്ചിരുന്നു. അവസാന കാലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന യുദ്ധങ്ങളിലെല്ലാം തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. ഒരു യുദ്ധത്തിലെ തോൽവിയെ തുടർന്ന് കുറച്ചുകാലം വയനാടൻ കാടുകളിൽ അജ്ഞാതവാസം ഭരിച്ചു. അജ്ഞാതവാസം അവസാനിപ്പിച്ച് തിരിച്ചുവന്ന് പടച്ചട്ടയണിഞ്ഞെങ്കിലും പഴയ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല. വാഗൈ പെരുന്തുറ യുദ്ധത്തിൽ ചേര രാജകുമാരനായ നാർമുടിച്ചേരൽ നന്ദനെ വധിച്ച് രാജ്യം ചേര രാജ്യത്തിൽ ചേർത്തു. ചേര ചക്രവർത്തിയായിരുന്ന നെടുംചേരലാതന്റെ മകനാണ് നന്ദനെ വധിച്ച നാർമുടിച്ചേരൽ. ചേര സാമ്രാജ്യം തമിഴകത്തിന്റെ മധ്യഭാഗത്ത് കുട്ടനാടും കുടനാടും ചേർന്ന് ചേര രാജ്യത്തിൽ കിഴക്ക് കോയമ്പത്തൂർ, പഴനി വരെയുള്ള സ്ഥലങ്ങളും ഉൾപ്പെട്ടിരുന്നു. ചേര വംശത്തിന്റെ സ്ഥാപകൻ ആദനാണെന്ന്
അതായത് ഉദിയൻ ചേരനാണെന്ന് പരക്കെ വിശ്വസിക്കുന്നു. പ്രശസ്തരായ പല രാജാക്കന്മാരും ചേരരാജ്യം ഭരിച്ചിട്ടുണ്ട്. ചേര രാജാക്കന്മാരുടെ അപദാനങ്ങൾ വർണ്ണിക്കുന്ന കൃതിയാണ് പതിറ്റുപത്ത്. ഓരോ ചേര രാജാവിനെ പറ്റിയും 10 പാട്ടുകളിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇതിൽ 1-ാമത്തെയും 10-ാമത്തെയും പത്തുകൾ ലഭിച്ചിട്ടില്ല. ഇതിലുള്ള പാട്ടുകളെല്ലാം ഒരേ കവിയുടേതല്ല, പല കവികളുടെ രചനകളാണ്. പിൽക്കാലത്ത് സമാഹരിച്ചതാകാം. പതിറ്റുപ്പത്തിലെ പരാമർശപ്രകാരം ആദ്യത്തെ ചേര രാജാവ് ഉദിയൻ ചേരനാണ് അഥവാ ആദനാണ്. ഇദ്ദേഹത്തെ ചേരലാതൻ, പെരുഞ്ചേരലാതൻ, പെരുഞ്ചോറ്റുദിയൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ചേര സാമ്രാജ്യത്തിന് വിസ്തൃതമായ അടിത്തറ പാകിയത് ഇദ്ദേഹമാണത്രേ. ഉദിയന് വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നതായി ചിലപ്പതികാരത്തിൽ കാണുന്നു. ഉദിയൻ ചേരലിന്റെ പുത്രനാണ് നെടും ചേരലാതൻ. ഇദ്ദേഹവും പ്രതാപശാലിയായ രാജാവായിരുന്നു. നെടും ചേരലാതന്റെ അനുജനാണ് പല്യാനെ ചൊൽക്കെഴുക്കുട്ടവൻ. ജ്യേഷ്ഠനു ശേഷം 25 വർഷം രാജ്യം ഭരിച്ചത് ഇദ്ദേഹമാണ്. ചേരലാതനെ പോലെ ഇദ്ദേഹവും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാൻ പല യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. ജൈന ബൗദ്ധ മതത്തിനും വൈദിക മതത്തിനും ഇക്കാലത്ത് സ്വാധീനമുണ്ടായിരുന്നു. രാജാവിന്റെ പ്രോത്സാഹനവും ലഭിച്ചിരുന്നു. പതിറ്റുപ്പത്തിൽ പിന്നീട് വർണ്ണിക്കുന്നത് നാർമുടിച്ചേരലിനെയാണ്. ഏറ്റവും ബലവാനും സമർത്ഥനുമായ രാജാവായിട്ടാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ രാജാവ് ഏർപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും വിജയം വരിച്ചിരുന്നു അത്രേ. അടുത്ത രാജാവ് 55 വർഷത്തോളം രാജ്യം ഭരിച്ച വേൽക്കെഴുക്കുട്ടവനാണ്. കടൽ പിറകോട്ടിയ രാജാവ് എന്നാണ് പരണർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആടുകോട് പാട്ടുചേരലാതനെ കുറിച്ചാണ് ആറാം പത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് കാക്കേപ്പാടിനിയാർ നച്ചെള്ളയാർ എന്ന കവിയിത്രിയാണ്. നാർമുടിച്ചേരലിന്റെ അനുജനായ ഇദ്ദേഹം 38 വർഷം രാജ്യം ഭരിച്ചതിനു ശേഷമാണ് കാലഗതി പ്രാപിച്ചത്. 7-ാം പത്തിലെ രാജാവ് ചെൽവക്കടുങ്കോ വഴിയാതനാണ്. ഈ ആദന്റെ രാജ്യഭരണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് കപിലറാണ്. തൊണ്ടി ആസ്ഥാനമാക്കി 25 വർഷത്തോളം ഇദ്ദേഹം ജനോപകാരപ്രദമായ രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നു. ചേരന്മാരുടെ വടക്കുള്ള ആസ്ഥാനമായിരുന്നു തൊണ്ടി. വഞ്ചി അഥവാ വഞ്ചിമുതൂർ ആയിരുന്നു ചേരന്മാരുടെ പ്രധാന ആസ്ഥാനമെങ്കിലും ചില രാജാക്കന്മാർ കരുവൂരും തൊണ്ടിയും മറ്റും ആസ്ഥാനമാക്കിയിരുന്നു. ഇളം മുറക്കാർ ചേര സാമ്രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊട്ടാരങ്ങൾ പണിയിച്ച് താമസിക്കുകയും അധികാരം കിട്ടുന്ന അവസരങ്ങളിൽ അവിടം തന്നെ ആസ്ഥാനമാക്കി ഭരണം നടത്തുകയും ചെയ്തിരുന്നു. 8-ാം പത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പെരുംചേരലിരുമ്പൊറയുടെ അപദാനങ്ങളാണ്. അരിശിൽ കിഴാർ എന്ന കവിയാണ് ഇതിന്റെ കർത്താവ്. ഇളം ചേരലിരുമ്പൊറൈ എന്ന അടുത്ത രാജാവിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത് പെരുങ്കുറ്റൂർ കിഴാർ എന്ന കവിയാണ്. 16 വർഷത്തെ പ്രശസ്തമായ ഭരണത്തിനു ശേഷമാണ് രാജാവ് കാലയവനികയിൽ മറഞ്ഞത്. ഓരോ കവികളും അവരുടെ കവനപാടവം അനുസരിച്ച് രാജാക്കന്മാരെ വാനോളം വാഴ്ത്തിയിട്ടുണ്ട്. ഉദിയൻ ചേരലിന്റെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും അവദാനങ്ങളാണ് വ്യത്യസ്ത കവികൾ ആദ്യ പത്തുകളിൽ വർണ്ണിക്കുന്നത്. 7, 8, 9 പത്തുകളിൽ വിവരിച്ചിട്ടുള്ളത് ചെൽവക്കടുങ്കോവിനെയും അദ്ദേഹത്തിന്റെ പുത്രനെയും പൗത്രനെയുമാണ്. ഇതിനു പുറമെ പല കൃതികളിലായി 30ഓളം ചേര രാജാക്കന്മാരെ കുറിച്ച് സൂചനകളുണ്ട്. അക്കാലത്തെ ഏറ്റവും പ്രശസ്ത തുറമുഖമായിരുന്ന മുസിരസ് ചേര രാജ്യത്തായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം ചേര രാജാക്കന്മാരുടെ സാമ്പത്തിക നില വളരെ ഉയർത്തി. പുറം നാനൂറിലെ ഒരു പാട്ടിൽ പടിഞ്ഞാറൻ കടലിലൂടെ സഞ്ചരിച്ചു ചേരന്റെ കപ്പലുകൾ സ്വർണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നാവിക ശക്തിയിൽ ചേരന്മാർ വളരെ ഉയർന്ന പദവിയിലെത്തിയിരുന്നു. വിദേശങ്ങളിൽ പോയിട്ടാണ് ധനം ആർജിച്ചിരുന്നതെന്ന് നച്ചെള്ളയാർ എന്ന കവിയിത്രിയുടെ പാട്ടിലും പറയുന്നുണ്ട്. പതിറ്റുപ്പത്തിൽ കടൽ വഴി വിലമതിക്കാനാവാത്ത സാധനങ്ങൾ ചേരനാടിന് സിദ്ധിച്ചുകൊണ്ടിരുന്നതായി പറയുന്നുണ്ട്.
തിത്തൻ വെളിയന്റെ കപ്പലുകൾ കടൽ കടന്നുപോയി സ്വർണം കൊണ്ടുവരുന്നതിനെപ്പറ്റി അകനാനൂറിൽ പറയുന്നു. ചേരന്മാർക്ക് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വേറെയും പല പാട്ടുകൾ സംഘകൃതികളിലുണ്ട്. ധാരാളം വിദേശ വ്യാപാരികൾ ചേരരാജ്യത്തെത്തിയിരുന്നു. ലോകവാണിജ്യം ദീർഘകാലത്തോളം പ്രധാനമായും ആശ്രയിച്ചിരുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളെയായിരുന്നു. ഇവ ഏറ്റവും അധികം കയറ്റിക്കൊണ്ടു പോയിരുന്നത് ചേരരാജ്യത്തെ പ്രധാന തുറമുഖമായ മുസിരസ് വഴിയായിരുന്നു. ബാബിലോണിയക്കാർ, ഫിനീഷ്യന്മാർ, ഇസ്രയേൽക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ചൈനക്കാർ, അറബികൾ എന്നിവരായിരുന്നു ആദ്യകാലത്ത് വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ. പെരിപ്ലസിന്റെ ഗ്രന്ഥകാരൻ പ്ലിനി, ടോളമി എന്നിവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ വ്യാപാര ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. AD 45-ൽ കാലവർഷക്കാറ്റുകളുടെ സഹായത്തോടെ കപ്പലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുസിരിസിൽ എത്താൻ കഴിയുമെന്ന് ഹിപ്പാലസ് എന്ന നാവികൻ കണ്ടുപിടിച്ചതോടെ ഓരോ സീസണിലും 100-ഉം 120-ഉം കപ്പലുകളാണ് ചരക്കുകളുമായി മുസിരസിൽ എത്തിയിരുന്നത്. അവർ കൊണ്ടുവന്ന ചരക്കുകൾ ഇവിടെ വിറ്റഴിച്ചതിനു ശേഷം കപ്പലുകൾ നിറയെ ഇവിടുത്തെ ചരക്കുകൾ വാങ്ങി നിറച്ചിട്ടാണ് മടങ്ങുക. ചേര സാമ്രാജ്യത്തിൽ നിന്ന് പല ദൂത സംഘങ്ങളും റോം സന്ദർശിച്ചിട്ടുണ്ട്. വെസ്പേനിയന്റെ സിംഹാസനാരോഹണം നടക്കുമ്പോൾ അലക്സാൻഡ്രിയ തുറമുഖത്തുള്ള മറ്റു വിദേശ കപ്പലുകളോടൊപ്പം ചേരരാജ്യത്തിലെ വ്യാപാരികളും ഉണ്ടായിരുന്നുവെന്ന് ഡിയർ ക്രൈസോസ്റ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നെത്തിയ ആനപ്പാപ്പാന്മാർ, ഇന്ദ്രജാലക്കാർ തുടങ്ങി ധാരാളം പേർ അന്ന് റോമിലുണ്ടായിരുന്നു. കൊടുങ്കാറ്റിൽപ്പെട്ട് ജർമ്മൻ തീരത്തെത്തിയ കേരളീയ കപ്പലോട്ടക്കാരെ കുറിച്ച് പ്ലിനി പ്രസ്താവിക്കുന്നുണ്ട്. AD 410-ൽ ഫാഹിയാൻ എന്ന ചൈനീസ് സഞ്ചാരി ജാവയിൽ കണ്ട വ്യാപാരികളെല്ലാം കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും എത്തിയവരായിരുന്നു അത്രേ. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് തിരിച്ചുപോയ കപ്പലിലും കേരളീയരുണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ജാതി സമ്പ്രദായം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിനെയും താമസിക്കുന്ന സ്ഥലത്തെയും അടിസ്ഥാനമാക്കിയല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ജാതി വിഭജനവും അക്കാലത്തുണ്ടായിരുന്നില്ല. എല്ലാ തൊഴിലുകളും ഒരുപോലെ മാന്യമായി കരുതിയിരുന്നു. അതിൽ ഉച്ചനീചത്വങ്ങളില്ല. കുറിഞ്ഞി പ്രദേശത്ത് താമസിക്കുന്ന കുറവൻ മുല്ലനിലത്ത് മാറി താമസിച്ചാൽ ഇടയനും, മരുതനിലത്ത് താമസിച്ചാൽ കൃഷിത്തൊഴിൽ സ്വീകരിച്ചാൽ വേളാളനുമാകും. അതുപോലെ വേളാളൻ കുറിഞ്ഞി പ്രദേശത്ത് മാറി താമസിച്ചാൽ കുറവനാകും. തീണ്ടലും തൊഴിലുമെന്നല്ല ജാതീയമായ യാതൊരു ഉയർച്ച താഴ്ചയും അന്നുണ്ടായിരുന്നില്ല. കുറിഞ്ഞി സ്ഥലത്ത് താമസിച്ചിരുന്നവരെ പുനവർ, കുറവർ, ആടവർ, താനവർ എന്നെല്ലാമാണ് അന്ന് വിളിച്ചിരുന്നത്. മലമ്പ്രദേശത്തെ വിഭവങ്ങൾ ശേഖരിക്കുകയാണ് മുഖ്യ തൊഴിൽ. മുരുകനായിരുന്നു ആരാധനാമൂർത്തി. പാലപ്രദേശത്ത് താമസിച്ചിരുന്നവരെ മറവരെന്നും വെട്ടുവരെന്നും എയിനരെന്നും വിളിച്ചു വന്നു. ഇവരുടെ ആരാധനാമൂർത്തി കാളിയായിരുന്നു. ദേവിയുടെ പ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യരെയും ഇവർ ബലി കൊടുത്തിരുന്നു. ശാന്ത സ്വഭാവക്കാരായിരുന്നു മുല്ലപ്രദേശത്ത് താമസിച്ചിരുന്നവർ. കാലികളെ മേയ്ക്കുന്ന ഇവരെ ഇടയർ എന്നാണ് വിളിച്ചിരുന്നത്. മായോൻ ആണ് ഇവരുടെ ദേവൻ. കൃഷിക്കാരാണ് മരുതം ദേശങ്ങളിൽ താമസിച്ചിരുന്നത്. ഇവരാണ് കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയിരുന്നത്. ഉഴവർ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നിലമൊരുക്കുന്നത്. കൃഷിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ഇവർക്ക് സ്വായത്തമാണ്. ഇന്ദ്രനെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. നെയ്തൽ സ്ഥലത്തെ നിവാസികൾ പരതവർ, വലയർ, മീനവർ, നുളയർ, പഴയർ എന്നിവരാണ്. മത്സ്യബന്ധനവും വിപണനവുമാണ് ഇവരുടെ പ്രധാന തൊഴിൽ. ഉപ്പും ഉൽപ്പാദിപ്പിച്ചിരുന്നു. വരുണനെയാണ് ആരാധിച്ചിരുന്നത്. ഉപ്പിട്ടുണക്കിയ മത്സ്യമാണ് ദേവന് നേദിച്ചിരുന്നത്. സ്ത്രീകൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും തുല്യ പദവി നൽകിയിരുന്നു. പുരുഷന്മാരെ പോലെ എല്ലാ സാമൂഹിക സ്വാതന്ത്ര്യവും അവർക്കുണ്ടായിരുന്നു. വീട്ടുജോലികൾക്ക് പുറമെ തുണി നെയ്ത്ത്, കൃഷിപ്പണി, മത്സ്യബന്ധനം, വിപണനം തുടങ്ങിയ എല്ലാ ജോലികളിലും അവർ ഏർപ്പെട്ടിരുന്നു. പശുക്കളെ പോറ്റി വളർത്തുന്നതും പാൽ, മോര്, നെയ്യ് എന്നിവ വിപണനം ചെയ്യുന്നതും സ്ത്രീകളായിരുന്നു. ഇവരിൽ മികച്ച കലാകാരികളും കവയിത്രികളും ഉണ്ടായിരുന്നു. സാമ്പത്തിക നിലയനുസരിച്ച് മാല, വള, തള, താലി, പുലിപ്പൽ താലി, അയിമ്പടത്താലി, നൂൽ നെറ്റിപ്പട്ടം, മുത്താര, മുത്തുവടം, ചുട്ടി, കഴൽ, ചിലമ്പ് തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. 7 അല്ലെങ്കിൽ 9 പെൺകുട്ടികളോ സ്ത്രീകളോ വട്ടത്തിൽ നിന്ന് കൈകോർത്തു പിടിച്ച് ആടുകയും പാടുകയും ചെയ്യുന്ന കുറവൈക്കൂത്തായിരുന്നു ഇവരുടെ
പ്രധാന വിനോദം. വിവാഹത്തിന് താലി കെട്ടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതിനു പകരമായി വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരൻ നൽകുന്ന തള ധരിക്കണം. വധുവിന്റെ മാതാപിതാക്കൾക്ക് പെൺപണം കൊടുക്കണമെന്നത് നിർബന്ധമായിരുന്നു. ഗാന്ധർവ വിവാഹം അക്കാലത്ത് ധാരാളം നടന്നിരുന്നു. ബന്ധുക്കളുടെ അനുവാദം കൂടാതെ സ്ത്രീ പുരുഷന്മാർ പ്രേമബദ്ധരായി പരസ്പരം ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിന്റെ സ്വഭാവം. ചോറായിരുന്നു പ്രധാന ഭക്ഷണം. ചോറിനോടൊപ്പം മീനും ഇറച്ചിയും ഇലക്കറികളും ഉണ്ടാകും. ഊൺ ചോറും, അതായത് ഇറച്ചിയും ചോറും, നിണപ്പുഴുക്കും, അതായത് ഇറച്ചിപ്പുഴുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭോജ്യമായിരുന്നു. തിന, മുളനെല്ല് എന്നിവ കൊണ്ട് വിശിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പാൽ, മോര്, നെയ്യ് എന്നിവയും ധാരാളം കഴിച്ചിരുന്നു. നെല്ലിൽ നിന്നുണ്ടാക്കിയിരുന്ന വീര്യമുള്ള ഒരുതരം മദ്യം സാധാരണക്കാർക്ക് പഥ്യമായിരുന്നു. ഇളനീരും കരിമ്പിൻ നീരും ചേർത്ത് മറ്റൊരു തരം മദ്യവും ഉണ്ടാക്കിയിരുന്നു. സാധാരണക്കാർ കുടിലുകളിലും പണക്കാർ ഇഷ്ടികയും മരങ്ങളും കൊണ്ടുണ്ടാക്കിയ വീടുകളിലുമാണ് താമസിച്ചിരുന്നത്. കലപ്പ, കൊഴു, നുകം, കൂന്താലി, കോടാലി, ചേറുകത്തി, ഉളി, മഴു, തോട്ടി, കൂടം, അരിവാൾ മുതലായവയായിരുന്നു പണിയായുധങ്ങൾ. കലം, കുടം, ചട്ടി, താഴി, ഉരൽ, ഉലക്ക, ചാടി, കിണ്ടി തുടങ്ങിയവയാണ് ഗൃഹോപകരണങ്ങൾ. അവര, ഉഴുന്ന്, എള്ള്, കടല, വെണ്ണെല്ല്, കുളനെല്ല്, ചെന്നെല്ല്, തിന, പയറ്, കടുക് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു. വള്ളുവരും ഇടയരും വില്ലവരും കുറവരും ചെറുമരും മറ്റുമായിരുന്നു അക്കാലത്തെ രാജാക്കന്മാർ. യുദ്ധം സാധാരണ സംഭവമായിരുന്നു. വില്ല്, വാൾ, പരിച, കുന്തം എന്നിവയായിരുന്നു യുദ്ധ ഉപകരണങ്ങൾ. കൊമ്പ്, ശംഖ് എന്നിവ വിളിച്ചും പെരുമ്പറയടിച്ചുമാണ് യുദ്ധ ആരംഭത്തെ അറിയിച്ചിരുന്നത്. രാജാക്കന്മാർ തന്നെ യുദ്ധത്തിൽ ഹാജരായി സൈന്യങ്ങളെ നയിച്ചിരുന്നു. രാജാക്കന്മാർ ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ആണ് യുദ്ധത്തിന് എത്തിയിരുന്നത്. ഉൽപ്പന്നങ്ങൾ അന്യോന്യം കൈമാറുകയായിരുന്നു പതിവെങ്കിലും കൈമാറ്റത്തിൽ അപൂർവമായി നാണയങ്ങളും ഉപയോഗിച്ചിരുന്നു. വിദേശ വ്യാപാരികളായിരിക്കാം ആദ്യമായി നാണയങ്ങൾ കൊണ്ടുവന്നത്. ആ നാണയങ്ങൾ സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ളവയായിരുന്നു. പിന്നീട് ആ നാണയങ്ങൾ ഇവിടെ വിനിമയത്തിലും സ്ഥാനം പിടിച്ചു. നമ്മുടെ കുരുമുളകിന്റെയും മറ്റു സുഗന്ധ വസ്തുക്കളുടെയും വിലയായി വിദേശികൾ നൽകിയിരുന്നത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ചേര രാജാക്കന്മാർക്ക് പ്രധാനമായും 3 തരത്തിലുള്ള വരവിനങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, കച്ചവടക്കാരിൽ നിന്ന് വസൂലാക്കിയിരുന്ന ചുങ്കം, കുലത്തലവന്മാരിൽ നിന്നും ചിറ്റരജന്മാരിൽ നിന്നും ലഭിക്കുന്ന തിറ അല്ലെങ്കിൽ തിരുമുൽ കാഴ്ച എന്നിവയാണിത്. ഉഴവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങളുടെ 1/6 ഭാഗം രാജാവിന് കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. കോപ്പതവാരം അഥവാ രാജാവിനുള്ള 1/10, മീതാഴ്ചി, രക്ഷാഭോഗം, വാഴ്ക്കൈ എല്ലാം ചേർന്ന് 100-1 കരം. ഇതിനും പുറമെ യുദ്ധം ചെയ്ത് കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന സ്വത്തുക്കളും പ്രധാന വരുമാനമായിരുന്നു. ചേര രാജാക്കന്മാരുടെ കാലത്ത് ഗ്രാമകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഗ്രാമസഭകൾ ഉണ്ടായിരുന്നതായി ചിലപ്പതികാരത്തിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ പിൽക്കാലത്തുണ്ടായിരുന്ന കൂട്ടങ്ങളുടെ ഘടനയായിരുന്നില്ല അവയ്ക്ക്. ചിലപ്പതികാരത്തിൽ കാണുന്ന എൻപേരായവും ഐമ്പെരുക്കഴുവും രാജാവ് തന്നെ തിരഞ്ഞെടുക്കുന്ന സമിതികളായിരുന്നു. ചേരന്മാരുടെ ഭരണകാലത്ത് യഹൂദമതവും ക്രിസ്തുമതവും കേരളത്തിലെത്തിയത്. ഇവർക്കു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചേര രാജാക്കന്മാരിൽ നിന്ന് ലഭിച്ചിരുന്നു. യഹൂദന്മാർക്ക് താമസിക്കുവാനും വ്യാപാരം നടത്തുവാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതതത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും അനുവാദം നൽകി. മാന്യമായ പദവികളും നൽകി. ചേര രാജാക്കന്മാർ ജനഹിതത്തെ മാനിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ഓരോ തീരുമാനമെടുക്കുന്നതിനു മുമ്പും മന്ത്രിമാരുടെയും പണ്ഡിതന്മാരുടെയും അഭിപ്രായം ആരാഞ്ഞിരുന്നു. ധാർമ്മിക ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും കൂടെ കൂടെ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും മറ്റു ഭരണാധികാരികളെ കീഴടക്കുകയും ചെയ്തിരുന്നു. കാർഷിക അഭിവൃദ്ധിയിലും വിദേശ വ്യാപാരത്തിലും ശ്രദ്ധിച്ചിരുന്ന ഇവർ നിശ്ചിത തോതിലുള്ള നികുതികളും ചുങ്കങ്ങളും പിരിച്ചിരുന്നു.
ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ആഭ്യന്തര സമാധാനത്തിനും വിപുലമായ ഏർപ്പാടുകൾ ചെയ്തിരുന്നു. രാത്രിയിൽ പന്തവുമായി വഴികളിൽ റോന്തു ചുറ്റാൻ കാവൽ സൈന്യങ്ങളെ നിയമിച്ചിരുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കടുത്ത ശിക്ഷ നൽകിയിരുന്നു. ചേരന്മാരുടെ നാവിക സൈന്യം പ്രസിദ്ധമായിരുന്നു. ചേരന്മാരിൽ നിന്നും പ്രസിദ്ധനായ ചേരൻ ചെങ്കുട്ടുവിന്റെ പേരിനോടൊപ്പം കടൽപ്പിറകോട്ടിയ എന്ന വിശേഷണം ചേർക്കാൻ കാരണം നാവിക യുദ്ധങ്ങളിൽ അദ്ദേഹം നേടിയ പ്രശസ്ത വിജയങ്ങളെ മാനിച്ചാകാം. കാലാൾ സൈന്യത്തിന്റെ ആയുധങ്ങൾ അമ്പും വില്ലും വാളും വേലുമായിരുന്നു. യുദ്ധത്തിൽ മരിക്കുന്നത് വലിയ ബഹുമതിയായിട്ടാണ് കരുതിയിരുന്നത്. വീരചരമം പ്രാപിക്കുന്ന യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി വീരക്കല്ലുകൾ നാട്ടിയിരുന്നത്. സ്ത്രീകളിൽ പലരും സതി അനുഷ്ഠിക്കാൻ തയ്യാറായിരുന്നു. സതി അനുഷ്ഠിച്ച പതിവ്രതകളുടെ പട്ടടകളിൽ സ്മാരക ശിലകൾ നാട്ടിയിരുന്നു. മാസതികല്ലുകൾ അഥവാ മഹാസതികല്ല് എന്നാണ് ഇവയെ വിളിച്ചിരുന്നത്.